ഇന്നലെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നത്. സമാധാനമായി CJP കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന ആ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അവിടെ പാർലമെന്ററി മാർച്ചിന് എത്തിയ യുവാക്കളെ പോലീസ് ലാത്തി ഉപയോഗിച്ചുകൊണ്ടാണ് നേരിട്ടത്. അവിടെ തലതല്ലി പൊളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. എന്നിട്ട് പോലും ആ ഒരു സമരത്തെ അവർക്ക് നിർവീര്യമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ജന്തർ മന്ദറിലെ സമരപ്പന്തൽ പോലീസ് അടിച്ചു പൊളിക്കുന്നതും നമ്മൾ കണ്ടു. പിന്നീട് അതേ സമരപ്പന്തൽ തന്നെ പുനർനിർമ്മിച്ചുകൊണ്ട് CJP സമരം പുനരാരംഭിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ആ തരത്തിൽ രാജ്യത്തെ യുവാക്കളെ ഇതുപോലെയാണോ യുവാക്കൾ ഉയർത്തുന്ന ജനകീയ വിഷയങ്ങളെ, അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളെ, അവരുടെ വിമർശനങ്ങളെ അത് നേരാവണ്ണം കേട്ട് പരിഹാരം കാണുന്നതിന് പകരം ഈ തരത്തിലാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. നോബൽ മാരിക്കാരൻ ചേരുക. നോബൽ പറയൂ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടെ? കേരളത്തിൽ നിന്നുള്ള MP-മാരെ നമുക്ക് പോലീസ് വാഹനത്തിനകത്ത് കാണാം. ഇവരെല്ലാം ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ്. ഡീൻ കുര്യാക്കോസ് MP-യെ നമ്മൾ കാണുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP-യെ നമുക്ക് കാണാം. പ്രതിപക്ഷത്തിന്റെ MP-മാരെയാണ് ഇത്തരത്തിൽ ബലപ്രയോഗത്തിലൂടെ വാഹനത്തിലേക്ക് മാറ്റുന്നത്. അവരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും രാജിവെക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. യുവാക്കളെ തല്ലിച്ചതച്ച കേന്ദ്രം മറുപടി നൽകണം. രാജ്യത്തെ വിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണം. MP-മാരെ പോലീസ് വാഹനത്തിൽ ഇപ്പോൾ സ്ഥലത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്.